മെയിൻസ് എക്സാമിനേഷൻ എടുത്താൽ ശ്രദ്ധിക്കുക 9 പേപ്പറുണ്ട്. 9 പേപ്പേഴ്സ് ആർ ദെയർ, ഔട്ട് ഓഫ് വിച്ച് 7 കൗണ്ടബിൾ പേപ്പേഴ്സ്. 2 പേപ്പർ എന്ന് പറയുന്നത് അത് അതിൻ്റെ മാർക്ക് നമ്മൾ ഫൈനൽ പരീക്ഷയ്ക്ക് കൗണ്ട് ചെയ്യില്ല. അതായത് ഒരു പേപ്പർ എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ്, രണ്ടാമത്തെ പേപ്പർ ഏതെങ്കിലും ഒരു ലാംഗ്വേജാണ്, എനി ലാംഗ്വേജ് ഫ്രം ദി 8th ഷെഡ്യൂൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇത് രണ്ടെണ്ണത്തിൻ്റെ മാർക്ക് നമ്മൾ ഫൈനൽ റാങ്കിങ്ങിന് പരിഗണിക്കില്ല. പക്ഷേ അതിന് മിനിമം മാർക്ക് വേണം. എത്ര മിനിമം മാർക്ക് എന്ന് പറഞ്ഞാൽ 25% മാർക്ക് വേണം. എന്നാൽ ബാക്കി 7 പേപ്പറിൻ്റെയും മാർക്ക് കൗണ്ട് ചെയ്യും. ആ 7 പേപ്പർ ഏതൊക്കെയാണെന്നുള്ളത് വളരെ പ്രധാനമാണ്. ആ 7 പേപ്പർ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ ഒരു പേപ്പർ ജനറൽ എസ്സേ, ബാക്കി 4 പേപ്പർ എന്ന് പറയുന്നത് ജനറൽ സ്റ്റഡീസ് പേപ്പറാണ്. അതിൽ ജനറൽ സ്റ്റഡീസ് 1 പേപ്പറിൽ വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഹിസ്റ്ററി വരും, കൾച്ചർ വരും, ഹെറിറ്റേജ് വരും, ജോഗ്രഫി വരും. ജനറൽ സ്റ്റഡീസിൻ്റെ രണ്ടാമത്തെ പേപ്പറിൽ വരുന്നത് പൊളിറ്റിക്സ്, ഇൻ്റർനാഷണൽ റിലേഷൻസ്, കോൺസ്റ്റിറ്റ്യൂഷന്, ഗവേണൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരും. മൂന്നാമത്തെ പേപ്പർ 3-ൽ, ജനറൽ സ്റ്റഡീസ് പേപ്പർ 3-ൽ വരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് എക്കണോമിക്സ്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. അപ്പോൾ 3 പേപ്പറായി. ഇനി 4-ാമത്തെ പേപ്പർ എത്തിക്സ്, ഇൻറ്റഗ്രിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ 4 പേപ്പറായി. അപ്പോൾ ജനറൽ എസ്സേയും ഈ 4 പേപ്പറുടെ 5 പേപ്പർ. ദെൻ ഫൈനലി ദർ ആർ 2 പേപ്പേഴ്സ് ഇൻ ഓപ്ഷണൽ സബ്ജക്ട്സ്.